പൊന്നുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഓടിപ്പടിച്ച് ഞങ്ങൾ വിച്ചൂസിൻ്റെ വീട്ടിലേക്ക് പോയ കഥയാണ് ഇന്ന് പറയുന്നത്. പൊന്നുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. സമയം കിട്ടിയിട്ടില്ല, അതാണ് മെയിൻ കാര്യം. വിച്ചൂസിൻ്റെ വീട്ടിൽ പോകണമെന്ന് ഞാൻ നാട്ടിൽ ചെന്ന് അന്ന് തൊട്ട് അവൾ വിളിച്ച് പറയുന്നത്. പക്ഷേ നമുക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. ആനന്ദ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവൻ വരാനും പിന്നെ എൻ്റെ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിയാനും കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇന്ന് എന്തായാലും കൊച്ചി തിരിച്ചു പോകുന്നതിന് മുമ്പ് അവളുടെ വീട്ടിൽ പോയില്ലെങ്കിൽ അവൾ എന്നെ കല വിളിക്കും. അങ്ങനെ ഞങ്ങൾ അവളോടും പറഞ്ഞില്ല, അവളുടെ വീട്ടുകാരോടും പറഞ്ഞില്ല, നേരെ ചെന്ന് കയറി. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ അവിടെ ചെന്നാൽ എപ്പോഴും ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ആഹാരം റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ കുറേ നേരം പറഞ്ഞ് എനിക്ക് മാങ്ങ ഇഷ്ടമായതുകൊണ്ട് മാങ്ങ അപ്പം തന്നെ മരത്തിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയും പൊട്ടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെ ഇത്രയും മാങ്ങയായപ്പോൾ ഞാൻ പറഞ്ഞു മതി, പഴിപ്പിക്കാനാണ് കേട്ടോ. പിന്നെ ഈ മരം കണ്ടപ്പോൾ എനിക്ക് അതിലോട്ട് വലിഞ്ഞു പിടിച്ച് കയറാനൊരു മോഹം. അങ്ങനെ ആൽവിനോട് ഞാൻ പറഞ്ഞു, ആവി ഇതിനകത്ത് കയറുവാണെങ്കിൽ ഞാനൊരു 500 രൂപ തരാം എന്ന് പറഞ്ഞപ്പോഴൊന്നും ആവി കയറിയില്ല. പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ ആവി ഇവിടം വരെ കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു മോഹം ഒന്ന് കയറാൻ. അങ്ങനെ ആവി എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു പിടിച്ച് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പണ്ട് ഞാനൊരു മരം കയറിയായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഒരുപാട് ഒതുങ്ങിപ്പോയി. എൻ്റെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കിട്ടിയിരുന്ന ഊഞ്ഞാലില്ലേ, ഇതെൻ്റെ 2019 ഞാൻ ഇവളുടെ വീട്ടിൽ ആദ്യമായിട്ട് പോകുമ്പോഴോ ഊഞ്ഞാലുണ്ട് കേട്ടോ. ഇപ്പോഴും ആ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഒരു ഇച്ചിരി നേരം സ്മരിച്ചു. കയറാൻ എളുപ്പമായിരുന്നു, ഇറങ്ങാൻ നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ കഥകളൊക്കെ പറഞ്ഞിരുന്നിരുന്നു. പിന്നെ ഇവളുടെ പട്ടിയാണ് ഈ 2 എണ്ണം. ഒരെണ്ണത്തിൻ്റെ പേരാണ് പൊന്നമ്പിളി, മറ്റേ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.